കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ വിശദീകരിക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതായ വളരെ മനോഹരമായ 7 ഉപമകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ഉപമകളെല്ലാം കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ദൈവരാജ്യം എന്ന വിഷയം കൂടുതലും തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചതെന്ന് നമുക്ക് ഈ ഉപമയിൽ നിന്നും ബോധ്യമാകുന്നതാണ്. കാരണം അല്ലാതെ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. എന്ന് മാത്രമല്ല, നമുക്കും മനസ്സിലാകുന്നത് ഈ ഉപമകളിൽ കൂടെ തന്നെയാണ്. ഞാൻ ഈ ഉപമകളൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കൂടുതലും ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും കർത്താവ് യേശുക്രിസ്തു ഇന്നത്തെ നമ്മളുടെ സഭകളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആ അപഗ്രഥനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ഉപമകളെല്ലാം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു തീർന്നതിന് ശേഷം യേശു ഈ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 51-ാമത്തെ വാക്യം, ഇതെല്ലാം ഗ്രഹിച്ചുവോ? അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്താണ്? കേവലം യേശു കുറച്ച് പഠിപ്പിക്കലുകൾ നടത്തി ചടങ്ങ് തീർക്കുക എന്ന് വരുത്താനല്ല അവൻ ആഗ്രഹിച്ചത്. മറിച്ച് തൻ്റെ ശിഷ്യന്മാർ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിച്ചു. എന്നതുപോലെ തന്നെയാണ് നാമും ദൈവവചന സത്യങ്ങളെ നന്നായി ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് പലരും ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ അവർ സമയമെടുക്കുന്നില്ല. അവർ ഒരു പുരുഷാരത്തിൻ്റെ നിലവാരത്തിലാണ് ചിന്തിക്കുന്നത്. ഞാൻ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായൊരു വസ്തുത, യേശു പലപ്പോഴും ഇപ്രകാരം ദൈവവചനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അവരോട് ആത്മീയമായ ആഴങ്ങൾ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും ഈ പുരുഷാരം അവൻ്റെ അടുക്കൽ ഇല്ല. കാരണം പുരുഷാരത്തിൻ്റെ താല്പര്യം മുഴുവനും അത്ഭുതം കാണുവാനും അപ്പം തിന്നുവാനും ഇങ്ങനെയുള്ള അവരുടെ കണ്ണുകൾക്ക് രസകരമായ കാര്യങ്ങൾ, ആശ്ചര്യമുള്ളതായ കാര്യങ്ങൾ കാണുവാനാണ് താല്പര്യം. ഇന്ന് നമുക്കറിയാം, ആളുകൾ തടിച്ചുകൂടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല കൂട്ടായ്മകളും അപ്രകാരമുള്ള വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുക. അവിടെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളില്ല. അവിടെ ജനത്തെ സുഖിപ്പിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അതേപോലെ തന്നെ അവരുടെ ജഡീകപരമായ കാര്യങ്ങളെ ഉണർത്തിക്കുവാനുമുള്ള സന്ദേശങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ആളുകൾ അവിടേക്ക് പോകുകപോലും ചെയ്യത്തില്ല. അപ്പോൾ അത് ഇന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പോലും ഉണ്ടായിരുന്നു. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് ഉപമ പറഞ്ഞു കൊടുത്തിട്ട് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. കാരണം പുരുഷാരമുള്ളപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. കാരണം പുരുഷാരത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഈ ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും വളരെ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ തനിച്ചിരിക്കുമ്പോൾ, ഈ പുരുഷാരം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, യേശുവും ശിഷ്യന്മാരും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ താൻ പറഞ്ഞ ഓരോ കാര്യത്തെക്കുറിച്ചും യേശു അവർക്ക് വിശദീകരണം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നതായ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കാണുന്നതായ കാര്യങ്ങൾ വളരെ ചുരുക്കമായിരിക്കാം. എന്നാൽ അതിൽ ഏറെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നാം ദൈവത്തിൽ നിന്ന് പഠിക്കണം, ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിത് ഗ്രഹിച്ചുവോ? ഈ ഒരു ചോദ്യത്തിന് ശിഷ്യന്മാർ കൊടുത്ത മറുപടി എന്താണ്? ഉവ്വ് എന്നാണ്. ഇത് തീർച്ചയായിട്ടും അല്പം ആശ്ചര്യകരമായ കാര്യമാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ ഈ ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലാവുകയില്ല. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വകാര്യമായി ചോദിക്കും, കർത്താവെ, ആ പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടത്, പലതിലും അവർക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ എക്സ്പ്ലനേഷൻ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ അറിവിനെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇതുതന്നെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, എത്യോപ്യൻ രാജ്ഞിയുടെ പണ്ണാര വിചാരകൻ അവൻ യെരുശലേമിൽ പെരുന്നാൾ കഴിഞ്ഞ് അവൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം വായിച്ച് രഥത്തിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ എഴുന്നേറ്റ് ഇവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നും അവൻ സഞ്ചരിക്കുന്ന രഥത്തോട് ചേർന്ന് നടക്കുക എന്നും അതുപോലെ തന്നെ
അവൻ വായിക്കുന്നത് ഗ്രഹിക്കാത്തതുകൊണ്ട് അവന് വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്നുള്ളതും ഇതുതന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്നത്. ഇതുതന്നെയാണ് എന്നിൽ കൂടെയും അനേക ദൈവദാസന്മാരിലൂടെയും കർത്താവ് ചെയ്യുന്നത്. വചനത്തെ കൂടുതൽ ലളിതമായി പറഞ്ഞു തരിക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനം ചെയ്യും. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇവർ യേശു ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. ഞങ്ങൾ ഗ്രഹിച്ചു, ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സദൃശനാകുന്നു. ഇവിടെ ഒരു ഉപമ കർത്താവ് യേശുക്രിസ്തു പറയുക. ഇത് ഗ്രഹിക്കുന്നത് സംബന്ധിച്ചും അതേപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു ഉപമയായിട്ട് 8ാമത്തെ ഉപമ ഈ അധ്യായത്തിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുക. യേശു പറയുന്നു, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. ഇവിടെ ഏത് ശാസ്ത്രി എന്നുള്ളതിന് ഒരു അധ്യാപകനെ കുറിച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഈ യഹൂദ സമൂഹത്തിൽ ശാസ്ത്രിമാർ എന്ന് പറയുന്നത് അവർ സ്ക്രൈബ്സ് മാത്രമായിരുന്നു, അവർ എഴുത്തുകാർ മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, അവർ എഴുത്തുകാർ മാത്രമായിരിക്കരുത്, അവർ പഠിപ്പിക്കുന്നവരും ആയിത്തീരണം. നോക്കിക്കേ, ഈ ശിഷ്യന്മാർ പിന്നീട് എന്താണ് ചെയ്തത്? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ പത്രോസ്, അതുപോലെ തന്നെ പൗലൂസ്, അതുപോലെ യോഹന്നാൻ തുടങ്ങിയ എഴുത്തുകാർ എന്തു ചെയ്തു? അവർ എഴുതുക മാത്രമല്ല, അവർ പഠിപ്പിക്കുകയും ചെയ്തു. ഇവരിൽ മിക്കവരും മുക്കുവന്മാരാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്. പക്ഷേ അവരുടെ ലേഖനങ്ങൾ, എപ്പിസൽസ് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ആ ജ്ഞാനം എത്ര വലുതാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. പക്ഷേ ഈ ജ്ഞാനം എവിടെ നിന്നാണ് പ്രാപിച്ചത്? അവർ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ നിന്നും അവർ ഗ്രഹിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും നല്ല ഈ ആത്മീയ വിദ്യാഭ്യാസം നേടിയ ഒരു കൂട്ടമായിരുന്നു ഈ ശിഷ്യന്മാരുടെ കൂട്ടം. യേശു പറഞ്ഞതുപോലെ തന്നെ ഇവർ പഠിപ്പിക്കുന്നവരും ആയിത്തീർന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു. വീട്ടുടയവൻ എന്താ ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ, ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ പഴയതും കൊടുക്കും, പുതിയതും കൊടുക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ പഴയതും പുതിയതും എന്ന് പറയുന്നത് അവർ ഇതുവരെ ഗ്രഹിച്ചതായ പഴയ നിയമത്തിൽ നിന്നുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും അതേപോലെ തന്നെ കർത്താവ് യേശുവിൽ നിന്നും ഗ്രഹിച്ചതായ ഈ ദൈവരാജ്യത്തിൻ്റെ പുതിയ സന്ദേശത്തിൽ നിന്നും നിങ്ങൾ കൊടുക്കണമെന്ന് യേശു അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുകയാണ്. ഇതിൻ്റെ അർത്ഥം, നമ്മൾ പഴയ നിയമത്തിലുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും പുതിയ നിയമത്തിലുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട് പഴയ നിയമം വേണ്ട. പക്ഷെ അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ഏത് തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണെന്ന്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ ഈ പഴയ നിയമത്തിലുള്ള ദൈവരാജ്യ സന്ദേശങ്ങളെയും പുതിയ നിയമത്തിലുള്ള ദൈവരാജ്യ സന്ദേശങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ആ ഉത്തരവാദിത്വത്തെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്. നമ്മൾ കേവലം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമാകരുത്, നമ്മൾ പഠിപ്പിക്കുന്നവരുമായി തീരണം. നമ്മൾ കേൾക്കുന്നവർ മാത്രമായിരിക്കരുത്, മറ്റുള്ളവരോട് ഈ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നവരും ആയിത്തീരണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ധാരാളമായി തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആ ഒരു ഉത്സാഹം, ആ ഒരു തീഷ്ണത പൗലോസിനെ പോലെ, യോഹന്നാനെ പോലെ, മറ്റ് ദൈവദാസന്മാരെ, മറ്റ് അപ്പോസ്തലന്മാരായ പത്രോസിനെ പോലെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുള്ള 8ാമത്തെ ഉപമയായ തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യമാകുന്നു ദൈവരാജ്യം എന്നുള്ളതായ ഈ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ കേട്ടത് മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി തീരുവാൻ, അനേകർക്ക് ഒരു അനുഗ്രഹമുള്ള വ്യക്തികളായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. അടുത്ത ദിവസം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മറ്റു ഉപമകളെക്കുറിച്ച് ഈ 13-ാം അധ്യായത്തിന് പുറമെ
മറ്റ് വേദഭാഗങ്ങളിൽ കാണുന്നതായ ഉപമകൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.